പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽ ഒരു മുസ്ലിം പുരുഷന് അവന് വിവാഹം കഴിക്കാൻ ഏറ്റവും അനുയോജ്യയായത് മുസ്ലിം സ്ത്രീ തന്നെയാണ്. അമുസ്ലിമിനെ വിവാഹം കഴിച്ചാൽ ശരിയാകുമോ? ശരിയാകില്ല. അമുസ്ലിം നിക്കാഹ് കഴിക്കാൻ കഴിയില്ല, പറ്റില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തത്വം. ഒരു മുസ്ലിം സ്ത്രീയെ മാത്രമേ മുസ്ലിം പുരുഷൻ വിവാഹം കഴിക്കാവൂ. കാരണം മുസ്ലിമിന് അവന്റെ മതചിട്ട അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് അത് മുസ്ലിം സ്ത്രീ തന്നെ ആയിരിക്കണം. അവരുടെ മതത്തിലേക്ക് നമ്മൾ കയറേണ്ട കാര്യമില്ല. ഇപ്പം ഒരു അമുസ്ലിം സ്ത്രീയെ നമ്മൾ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കിട്ടിയാൽ നീ വിവാഹം കഴിക്കണമെന്നല്ലാതെ ഒരു അമുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം പ്രചോദനം നൽകുന്നില്ല. ചില ആളുകളൊക്കെ മുസ്ലിം ആക്കിയിട്ട്, അഥവാ ഏതെങ്കിലും ഹിന്ദു സഹോദരിയെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരിയൊക്കെ മുസ്ലിം ആക്കിയിട്ട് നിക്കാഹ് കഴിക്കും. അതിനും വലിയ പുണ്യമൊന്നുമില്ല. അവരുടേതായ മതം അനുസരിച്ച് അവര് കല്യാണം കഴിച്ച് അവർ ജീവിക്കട്ടെ. നമ്മൾ എന്തിനാണ് മറ്റുള്ള മതത്തിലുള്ള സ്ത്രീകളേക്ക് നമ്മുടെ മതത്തിലേക്ക് വലിച്ചുകൊണ്ടുവരുന്നത്? അത് പരിശുദ്ധമായി ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ്. പിന്നെ ഇസ്ലാം ഇല്ലാത്ത വലിയ കൂറ് നമ്മൾ എന്തിനെ കാണിക്കണം? അതുകൊണ്ട് അത് വലിയ പുണ്യമുള്ള കാര്യമൊന്നുമല്ല. മുസ്ലിമിനെ തന്നെ വിവാഹം കഴിക്കലാണ് വേണ്ടത്. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഒരു ജനപ്രതിനിധി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. എന്താണ് ആ പ്രസ്താവന? മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന, നിക്കാഹ് ചെയ്തെടുക്കുന്ന ഹിന്ദു പുരുഷന്മാർക്ക് 5 ലക്ഷം രൂപ ലഭിക്കും. അഥവാ ഏതെങ്കിലും മുസ്ലിം കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീയെ ആരെങ്കിലും അടിച്ചുകൊണ്ട് വന്നാൽ, ഹിന്ദു സഹോദരൻ അടിച്ചുകൊണ്ട് വന്നാൽ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ കിട്ടും. മുമ്പൊക്കെ ഇത് വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജായി കണ്ടിരുന്നു. ഇപ്പോഴിതാ അത് രംഗത്ത് വരികയാണ്. അതിന്റെ പോസ്റ്ററൊക്കെ ഇറക്കുകയാണ്. 5 ലക്ഷം രൂപ കിട്ടും. മുസ്ലിം സഹോദരിമാരെ ശ്രദ്ധിക്കുക. മുസ്ലിം സഹോദരിമാരെ നിങ്ങളിലേക്ക് പ്രണയം നടിച്ചിട്ട് അമുസ്ലിമീങ്ങൾ വരുന്നത് അവർക്ക് ഈ പൈസ കൈമുതലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ചാറ്റാനും അതുപോലെ പല കാര്യങ്ങളിലും ഇടപെടാനൊക്കെ അവർ വരുന്നത് നിങ്ങളെ കെണിയിൽ അകപ്പെടുത്താനാണ്. നിങ്ങളുടെ പള്ളിയിൽ കുട്ടികളാകുമ്പം അവർ കളഞ്ഞിട്ട് പോകും. അവർക്ക് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങളെ വേശ്യാലയങ്ങളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോയിടും. എത്ര നാളുകൊണ്ട് ഇത് പറയുന്നു. പിന്നെയും മുസ്ലിം താത്തമാര് പോവുകയാണ്, ചാടിപ്പോവുകയാണ്. ഉമ്മ പറയുന്നതോ വാപ്പ പറയുന്നതോ സഹോദരങ്ങൾ പറയുന്നതോ ആര് പറയുന്നതും വകവയ്ക്കാതെ കുറെ വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചു. ഏറ്റവും ഒടുവിൽ പലതിനും നിർബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളു കുടിക്കാൻ നിർബന്ധിപ്പിച്ചു, അല്ലെങ്കിൽ വേശ്യാലയത്തിൽ പോകാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു. അങ്ങനെ പല തിന്മകളിലേക്ക് നിർബന്ധിച്ചപ്പം മടുത്തു എന്ന് പറഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന മുസ്ലിം സഹോദരിമാര്, ഇനിയെങ്കിലും കരുതിയിരിക്കുക. നിങ്ങളോട് സ്നേഹമല്ല മറ്റുള്ളവർക്കുള്ളത്. നിങ്ങളെ തകർക്കാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബം താറുമാറാക്കാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ജാഗ്രത കാണിക്കേണ്ട സമയമാണ്. സ്നേഹം നടിക്കലല്ല, അവർ നിങ്ങളെ കബളിപ്പിക്കലാണ്, നിങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.